ഇതാണ് ഗാനമേളക്കാർ താമസിക്കുന്ന സ്ഥലം. ദാ ആ കാണുന്നതാണ് എന്റെ വീട്. വരൂ, ആദ്യം എന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം. അതൊക്കെ പിന്നീടാവും ഇനി. ആദ്യം ഇവരെ കാണാം. ഇനി ഒരുപാട് അറേഞ്ച്മെന്റ്സ് ബാക്കിയുണ്ട്. ശരി, എന്നാ പോവാ. നോക്കാം. റെഡി, 1 2 3 4. വസന്ത ഹലോ, വരണം വരണം. ഇതാരാ പുതിയ കക്ഷി? ഇതെന്റെ ഫ്രണ്ടാണ് ലക്ഷ്മി. ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി കൂടിയാ. അങ്ങോട്ടിരിക്കും. ഇനി വന്ന കാര്യം കുട്ടി തന്നെ പറഞ്ഞോളൂ. അത് ഈ വരുന്ന 18th ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഫിക്സ് ചെയ്തിരിക്കുക. അന്ന് നിങ്ങളുടെ ട്രൂപ്പിന്റെ ഗാനമേള അറേഞ്ച് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാ. അതെന്തോന്ന് സംസാരിക്കാൻ? 18th ഞങ്ങൾ വരുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. എന്താ പോരെ? അയ്യടാ, അപ്പൊ 18ാം തീയതി ഇരിങ്ങാലക്കുട ലയൺസ് ക്ലബിന്റെ പ്രോഗ്രാമിന് ആര് പോകും? ഇരിങ്ങാലക്കുടയോ? ഇരിങ്ങാലക്കുട. അഡ്വാൻസ് 3000 രൂപ എന്റെ പ്രസിഡന്റ് മാർക്കോസ് കൊണ്ട് തന്നത് മറന്നുപോയോ? മറന്നുപോയി. അയ്യോ ശരിയാ, നമ്മളതങ്ങ് മറന്നുപോയി. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഇരിങ്ങാലക്കുടക്കാർക്ക് വേറെ പ്രോഗ്രാം അറേഞ്ച് കൊടുത്താലോ? മിനി വന്ന് പറഞ്ഞൊരു കാര്യമല്ലേ? അതെ, ശരിയാ. ലയൺസുകാർക്ക് വേറെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോ ബാക്കി കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. അല്ല, ഈ സാമ്പത്തികമേ കോളേജിൽ ആർട്സ് ക്ലബിന്റെ ഫണ്ട്സ് ഒക്കെ വളരെ കുറവാണ്. 2000 രൂപയാണ് ഞങ്ങളെ കൊണ്ട് തരാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട്. അത് തീരെ കുറവായി പോയല്ലോ. അയ്യോ, അത് ബീഡി വാങ്ങാൻ പോലും തികയില്ലോ. പിന്നെ മിനി വന്ന് പറഞ്ഞ ഒരു കേസ് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ അഡ്വാൻസ് ഒന്നും വേണ്ട. വേണ്ടേ? അഡ്വാൻസ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുട്ടിയെ വിശ്വാസാ. എന്നാ ശരി, വരട്ടെ. 18th കാണാം. ശരി, എന്നാ വരട്ടെ. ഞങ്ങൾ വരട്ടെ. ആളിയാ വിമൻസ് കോളേജ്. പെണ്ണെന്നൊരു വർഗത്തിനെ കണ്ട എല്ലാവരും ക്രിമിയേഡിയാ. ദേ, ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. വിമൻസ് കോളേജ് ആണ്, എല്ലാവരും ഡീസന്റ് ആയി പെരുമാറണം. ആരെങ്കിലും എന്തെങ്കിലും തറവേല കാണിച്ചാൽ അന്ന് ഞാൻ ഈ ട്രൂപ്പ് പിരിച്ചുവിടും. കേട്ടല്ലോ കേട്ടല്ലോ? കണ്ടോ കണ്ടോ, ആളുകൾ പണിക്കർ സാറിനെ നോക്കുന്ന കണ്ടോ? ഇതാ പറഞ്ഞത്, വലിയ പണക്കാർക്ക് ജോഗിങ് നിർബന്ധമാണെന്ന്. വന്നേ സാർ, ഇത് നമ്മുടെ പുത്തൻ പണക്കാരൻ പണിക്കരല്ലേ? കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നത്. ആ ചെക്കനെ ഞാൻ ഒന്ന് കൊടുത്തേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. സാറിന് ബ്ലഡ് പ്രഷറോ പ്രമേഹമോ ഉണ്ടോ? ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നുമില്ല. കളഞ്ഞ്. ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ്? സൊസൈറ്റിയിൽ ഒരു സാധനം വേണ്ടേ? ഞാൻ ഓർത്തില്ല, ഗണപതി ആളൊരു കൊച്ചു മിടുക്കൻ തന്നെ. സാർ നോക്കിക്കും, ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും. ടോപ്പ് ലെവലാക്കും, ഹൈ ലെവൽ. സാർ വരണം. ഇംഗ്ലീഷ് ക്ലാസ് 2 ആഴ്ചക്കകം തുടങ്ങണം. ഒരു മാസം കൊണ്ട് ഞാൻ സാറിനെ മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. പിന്നെ അറബി, ഉറുദു, ഒറിയ, അങ്ങനെ ഏത് ചടങ്ങിന് പ്രസംഗിക്കാൻ പോയാലും ക്ഷണിച്ചില്ലെങ്കിലും VIPസിനോടൊത്ത് വലിഞ്ഞു കയറി നിന്ന് ഫോട്ടോസ് എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. പത്രാധിപർക്ക് കാശ് കൊടുത്ത് മുഖചിത്രം വരുത്തണം, എങ്കിലേ പബ്ലിസിറ്റി കിട്ടും. ഇതൊക്കെയാണ് ഇവിടെ എല്ലാ മാന്യന്മാരും ചെയ്യുന്നത്, മുതലാളി ഒഴികെ. ഇനി അത് പാടില്ല. ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. മുതലാളി, ഈ വൃത്തികെട്ട ഡ്രൈവറുടെ തോളിൽ കൈയിട്ടുകൊണ്ടുള്ള കൂട്ടുകെട്ട് നിർത്തണം. അത് വളരെ ചീപ്പാണ്. മുതലാളിയുടെ വെയിറ്റ് കുറയും. ഈ പന്നിയുടെ അഹങ്കാരം മാറ്റണം. അവർ 2 പറഞ്ഞേ. അത് ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഞാൻ ഭയങ്കര ചെറ്റ്, എനിക്ക് പ്രശ്നമില്ല. പറയുന്നു. ഡ്രൈവർ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ തലമുട ഞാൻ ചവിട്ടി പൊട്ടിക്കും, മരപ്പട്ടി. ഇന്നലത്തെ പോലെയല്ല ഇന്ന് ഞാൻ. നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്കിതാരെങ്കിലും പറഞ്ഞു തന്നാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ. മനസ്സിലായോ? മനസ്സിലായി. വേഷം കെട്ട് വേണ്ടട്ടോ. പോരെ, ഇത് പോരെ. പിന്നെ നാളെയാണ് കമലാസനം വരുന്നത്. ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയാനി വീട്ടിലുണ്ടെങ്കിൽ കല്യാണാലോചന കലങ്ങി പോകും. സാറ് ധൈര്യമായിരിക്കണം. അമ്മച്ചി അല്ല മിസ്സിസിനെ ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് രാവിലെ അമ്മച്ചി ചെറുക്കന്റെ കൂടെ ഷോപ്പിങ്ങിന് അയക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ കയറിക്കട്ടെ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. വേണ്ട. തലക്ക് സുഖമില്ലേ? ഈ
സാധനത്തിന് കാണാനില്ലല്ലോ. മണി 10 എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ. 2 മണിക്കൂർ കഴിഞ്ഞ് അമ്മച്ചെ ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. ആ. മനസ്സിലായോ? അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിനക്കാ. അത് ഞാൻ ഏറ്റുമോനാളി ചതിച്ചു. നിങ്ങൾക്ക് എന്താ വാങ്ങാനുണ്ടെന്നേ പറയുന്നേ? കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലിസ്റ്റ് അപ്പൂട്ടൻ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പോഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് കോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്. സോറി മാഡം. എന്തോ വിളിച്ചത്? മാഡം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റെസ്പെക്ട്ലി. താൻ അങ്ങനൊന്നും എന്നെ വിളിക്കണ്ട, ചേച്ചിനെ വിളിച്ചാ മതി. അവന്റെ ഒരു റെസ്പെക്റ്റില്ലേ. ഒട്ട കാർത്തിയാനി സമയായി. എന്തോന്നെ? ഞാനും വരുന്നു, എന്നെ സ്റ്റുഡിയോയിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അല്ല മോളെ, ഫോട്ടോ നാളെ വാങ്ങിയപ്പോ. എന്താ അച്ഛാ? അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഹീസ് അലോൺ ഹിയർ. ഒറ്റയ്ക്കല്ലേ? അയ്യോ, ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. നീ വാ മോളെ. പാടാ പൂക്കുട്ടാ. മോളെ അച്ഛൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഓക്കേ. സമാധാനായി. സമയമായി, അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടൂ, തല ഉയർത്തിപ്പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാല കല്ലടൂ. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കെ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നതെന്ന് തോന്നുന്നു. സിഡോൺ സർ. താങ്ക് യു. നമസ്കാരം. ഇരിക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. കണ്ടപ്പോ എനിക്ക് തോന്നി. ഞാൻ ഗണപതി, ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികളൊന്നുമില്ല. ഒന്നുമില്ലേ? അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി സാറിന്റെ മകളുടെ പേരില. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ബാനു പണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ. അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ഗ്യാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാണ്. കുക്കിംഗ് വെക്കാനും ഗ്യാസ്. സാറിന്റെ ഭാര്യയെ കണ്ട കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ചേട്ടാ, ഇന്ന് എന്തൊക്കെയാ നടന്നറിയാമോ? ഞാൻ ആ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി, ചാന്ത്, പൗഡർ, തലയിലെ പേമ്പൊന്ന് മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. ആ പൂക്കുട്ടിനെ കാണാനില്ല. ഞാനെന്തെടുത്തു? തൊട്ടടുത്തുള്ള ആര്യഭവാൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരുന്നാണോ? എന്താ ചേട്ടാ ഇവർ ചോദിക്കുന്നേ? അല്ല ചേച്ചി അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? അങ്ങനൊന്നുമില്ല. പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കുടമ്പുളിയിട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരൻ ഭാർഗവന്? കാർത്തിയാനി, എന്തോ ചായ കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. മിസ്റ്റർ പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നാ പറഞ്ഞത്? സ്റ്റീൽ. എന്തോന്ന്? സ്റ്റീലിംഗ്. അയ്യോ, ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും. ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുകയാണ്. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടെയൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും ഇല്ല. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നവരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്. ഒരു ഓർമ്മയില്ല. നമുക്ക് പോവാം. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീധനം എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഓ, ദൈവം തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണം.
അയ്യോ മുതലാളി ചതിച്ചു തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു പാക്കിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. ഇനി പുറപ്പെട്ടു പോയതാണോ എല്ലാവരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കോ അതോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ